23 വർഷമായിട്ട് എനിക്ക് സ്വന്തമായി ഒരു ഭവനമില്ല, സ്വന്തമായി ഒരു സ്ഥലമില്ല. അപ്പോൾ ഞങ്ങൾ വീടിന് വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചിരുന്നു, സ്ഥലം വാങ്ങാൻ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ഓൺലൈൻ ഉടമ്പടി എടുത്ത് 1.5 മാസം ആയപ്പോൾ തന്നെ അമ്മ അത് ഞങ്ങൾക്ക് സാധിച്ചു തന്നു. എൻ്റെ മൂത്ത മകൻ ഒരു വീഡിയോ അയച്ചിട്ട് പറഞ്ഞു, അമ്മ ഇതൊന്ന് നോക്കിക്കേന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നാന്ന് ചോദിച്ചു, സ്ഥലമാണെന്ന് പറഞ്ഞു. ഞാൻ ഇല്ല നോക്കുന്നില്ല, നമ്മുടെ കയ്യിൽ പൈസ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അമ്മ നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ദേവാലയം 100 മീറ്റർ അടുത്ത് ദേവാലയം, ഒരു 20 സെൻറ്റ് സ്ഥലം. എൻ്റെ കയ്യിൽ സാമ്പത്തികമില്ലായിരുന്നു. 2-3 പേരോട് ഞാൻ വിളിച്ച് ചോദിച്ചു, അവരെല്ലാവരും തരാം എന്നൊക്കെ പറഞ്ഞെങ്കിൽ 3-ാമത്തെ ദിവസം എല്ലാവരും കട്ട് ചെയ്ത് വിട്ടു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് പലിശയ്ക്ക് മേടിക്കാനൊന്നും പറ്റത്തില്ല, നീ തന്നതല്ലെങ്കിൽ വേണ്ട പൊക്കോട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ 3-ാമത്തെ ആൾ എന്നെ കട്ട് ചെയ്ത ആൾ തിരിച്ച് വിളിച്ചിട്ട് എന്നോട് എത്ര പൈസ വേണം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്ര ലക്ഷം രൂപ എനിക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇൻട്രസ്റ്റ് എത്രയാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു പലിശ വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ പൈസ എനിക്ക് തരികയും ഞാൻ സ്ഥലം മെയ് 30-ാം തീയതി ഞാൻ എഗ്രിമെൻ്റ് എൻ്റെ മകൻ്റെ പേരിൽ എഗ്രിമെൻറ്റ് ചെയ്ത് പോവുകയും ചെയ്തു. അപ്പം ഞാൻ മെയ് 30-ന് തന്നെ അമ്മയുടെ ഫോട്ടോ എടുത്ത്, എൻ്റെ കയ്യിൽ ഉടമ്പടി വസ്തുക്കളൊന്നുമില്ല, ഓൺലൈൻ ഉടമ്പടി ആയതുകൊണ്ട് അമ്മയുടെ ഫോട്ടോ എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ജോലി കൊണ്ട് മാത്രം ഈ 18 ലക്ഷം രൂപ കൊടുക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ലല്ലോ. ജൂൺ 12-ാം തീയതി 2024 ജൂൺ 12-ന് അവൻ ഫ്ലൈ ചെയ്തു. അവൻ അവിടെ എത്തുകയും സാമ്പത്തികം മുഴുവൻ കൊടുത്ത് ഞങ്ങൾ സ്ഥലം ആധാരം ചെയ്ത് പോക്കുവരവ് നടത്തി കരം കെട്ടി. ഞാനിപ്പോൾ നാട്ടിൽ വന്ന് സ്ഥലം ആധാരം എൻ്റെ കയ്യിൽ കിട്ടി. ഇതെൻ്റെ 2-ാമത്തെ മകനാണ് ആകാശ്. അവൻ ബാംഗ്ലൂർ ജോലിക്ക് പോകുന്ന വഴി അവൻ സിഗ്നലിൽ വണ്ടി നിർത്തിയിട്ടുന്ന സമയത്ത് സിഗ്നൽ ഓണായി കഴിഞ്ഞപ്പോൾ അവൻ്റെ കാല് നിലത്ത് റോഡിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു ലോറി വന്ന് അവൻ്റെ ലോറിയുടെ ഫ്രണ്ട് ടയർ ഇവൻ്റെ കാലിൻ്റെ മുകളിൽ കൂടെ കയറിപ്പോയി. ഇവിടെ ചൊവ്വാഴ്ച ധ്യാനം നടക്കുന്ന സമയമായിരുന്നു. അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ കൃപാസനത്തിൽ നിൽക്കുവാണ്, അമ്മ സഞ്ചാരി മാതാവല്ലേ, അമ്മ എൻ്റെ മകൻ്റെ കൂടെ പോകണം, അവൻ്റെ കൂടെ ആരുമില്ല, അവനൊരു പൊട്ടലോ പോറലോ ഒന്നും അവൻ്റെ കാലിന് ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷേ അന്ന് വെളുപ്പിന് എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു. ഒരു 22-23 വയസ്സുള്ള ഒരു കുഞ്ഞ് ശവപ്പെട്ടിയിൽ ഇങ്ങനെ മരിച്ചു കിടക്കുന്നതായിട്ട്. അപ്പോൾ എനിക്ക് തോന്നി എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ടെന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പം ഞാൻ വേഗം ആരാധനയ്ക്ക് കൂടുകയും അപ്പോൾ ഇവൻ വീണെടുത്ത് നിന്ന് ഒരു മലയാളി വന്ന് ഇവനെ സഹായിക്കുകയും ഒറ്റ കാലിൽ ഇവൻ ഹോസ്പിറ്റലിൽ ബൈക്ക് ഓടിച്ചെത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഡോക്ടർ എക്സ്റേ എടുത്തു. നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ഇതൊരു മിറാക്കിളാണ് സംഭവിച്ചേക്കുന്നതെന്ന് പറഞ്ഞു. ഞാനിത് ധ്യാനം കഴിഞ്ഞിട്ടാണ് ഞാൻ മോനെ വിളിക്കുന്നത്. അപ്പോഴവൻ ഓഫീസിൽ വർക്ക് ചെയ്യുവാണ്. അപ്പോൾ അവൻ്റെ കാലയിൽ ഞാൻ ഈവനിങ്ങിലാണ് എന്നിട്ട് ഇവനെ കാണുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ചതവ്, ബ്ലഡിൻ്റെ എങ്കിലും ക്ലോട്ടിങ്ങിൻ്റെ എങ്കിലും ഒരു ചതവിൻ്റെ എങ്കിലും ഒരു അംശം അവൻ്റെ കാൽപാദത്തെ കാണുമെന്ന്. പക്ഷേ ഒരു ചതവോ പോറൽ പോലും ഇല്ലാതെ അമ്മ അവനെ രക്ഷിച്ചു.